തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ എങ്ങനെയാണ് ആന്തരികമായി ക്രിസ്മസിനൊരുങ്ങുക? പ്രാർത്ഥിക്കാൻ എവിടെയാണ് സമയം? ചോദ്യം കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെതായിരുന്നു. മിടുക്കനായ വിദ്യാർത്ഥി ഉത്തരമെന്നോണം ടീച്ചർക്ക് ഒരു വചനം പറഞ്ഞു കൊടുത്തു. 2 തെസ്സലോനി 5 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് ഇപ്രകാരമാണ്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം. ടീച്ചറിൻ്റെ മറുപടി: ഇടപെടാതെ പോയിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും സമയം കിട്ടാറില്ല. രാവിലെ പോകും, ജോലി കഴിഞ്ഞ് തിരിച്ചു വരും, വീട്ടിലെ ജോലി, കിടന്നുറങ്ങും, പിറ്റേന്ന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. എവിടെയാ ഇടപെടാതെ പ്രാർത്ഥിക്കണ്ടേ? എങ്ങനെയാ ആന്തരികമായിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണ്ടേ? വാഴ്ത്തപ്പെട്ട മരിയ തെരേസ സ്ക്രിള്ളി തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോ ജോലി തുടങ്ങുന്നതിന് മുമ്പും അറിയാവുന്നതാണെങ്കിൽ പോലും, ചെറിയ ജോലിയാണെങ്കിൽ പോലും ദൈവത്തെ വിളിച്ച്, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടാകണമേ, എന്നെ സഹായിക്കണമേ, ഈ ജോലി ചെയ്യുവാനായിട്ട്, ഇത് ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യ സ്മരണയായി. അത് കഴിയുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയും. അടുത്ത ജോലി തുടങ്ങുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നാം വിചാരിച്ചിരിക്കുന്നത് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു തരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കേണ്ട ഒരു എസ്സേയാണ്, ദൈവത്തോട് പറയേണ്ട കുറേ ആവലാതികളാണ് പ്രാർത്ഥനയെന്നാണ് തെറ്റ്. നമ്മുടെ ജീവിതത്തിൽ അറിയാത്തതായിട്ട്, ദൈവത്തിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ദൈവത്തിന് അറിഞ്ഞൂടെ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ സ്റ്റൈല് കേട്ടാൽ ദൈവത്തിനൊന്നും അറിയില്ല, ഞാൻ പറയണത് നീ കേൾക്ക്, എന്നിട്ട് തിരിച്ച് പറയുന്ന മറുപടി പോലും കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നതായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന. ദൈവം എന്നത് അമ്പലത്തിലും പള്ളിയിലും മാത്രം കുടികൊള്ളുന്ന ശക്തിയല്ല, എപ്പോഴും കൂടെയുള്ള ഒരു കൂട്ടുകാരനാണ്. ആ വ്യക്തിയോട് ഓരോ നിമിഷവും സംസാരിക്കുന്നതാണ്. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണ്ട എന്നും എങ്ങോട്ട് പോകണമെന്നും ഒക്കെ ഗൈഡൻസ് ചോദിക്കുന്നു, നന്ദി പറയുന്നു, സംസാരിക്കുന്നു. ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. അതാണ് ആക്ച്വലി പ്രാർത്ഥന. അത് ദൈവസാന്നിധ്യ സ്മരണയാണ്. വിശുദ്ധരൊക്കെ എപ്പോഴും ആ സാന്നിധ്യത്തിലായിരുന്നു. അങ്ങനെയുള്ള സാന്നിധ്യമൊക്കെയുള്ള വ്യക്തിക്ക് എപ്പോഴും ക്രിസ്മസാണ്. കാരണം ക്രിസ്തു എപ്പോഴും കൂടെയില്ലേ. പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന്? ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഈ ഒരു ട്രിക്ക്